السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين وبعد. വിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊടുത്തിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ ഈ ദർസിലൂടെ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറ كانت له عدل 10 رقاب وكتبت له 100 حسنة ومحيت عنه 100 سيئة وكانت له حرزا من الشيطان يومه ذلك حتى يمسي ولم يأت أحد بأفضل مما جاء به إلا أحد عمل أكثر من ذلك. من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير في يوم 100 مرة. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير എന്നത് ആരെങ്കിലും ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ, ഒരു ദിവസം 100 പ്രാവശ്യം ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ കാനത് ലഹു അദ്ല 10 റിഖാബ്, അവന് അത് 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായതാവുമെന്ന്. വല്ലാത്തൊരു പ്രതിഫലമാണ്. നോക്കൂ നിങ്ങൾ, കാനത് ലഹു അദ്ല 10 റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം അവൻ ലഭിക്കുമെന്നാണ്. ഒരു അടിമയെ മോചിപ്പിച്ചാൽ തന്നെ ആ മോചിപ്പിച്ച വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരമായി ഈ മോചിപ്പിച്ച വ്യക്തിക്ക് നരകത്തിൽ നിന്നും രക്ഷ കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ 10 അടിമകളെ മോചിപ്പിച്ച ആളുകൾക്കുള്ള പ്രതിഫലം എത്ര ഉണ്ടാവും? അത്ര പ്രതിഫലം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 100 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയ വ്യക്തിക്ക് കിട്ടുമെന്നാണ്. മാത്രമല്ല വകുത്തിബത് ലഹു 100 ഹസന, അവന് 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. മാത്രമല്ല മുഹിയത് അൻഹു 100 സയ്യിഅ, 100 തിന്മകൾ അവനിൽ നിന്നും ചൊല്ലിയാൽ മായ്ക്കപ്പെടുമെന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസിയ, ആ ദിവസം വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള രക്ഷയായിട്ട് ഇത് അവന് ഉണ്ടാകുമെന്നാണ്. ഈ ചൊല്ലിയ ദിക്ർ അവനുണ്ടാകുമെന്നാണ്. വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, അവൻ കൊണ്ടുവന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് കൊണ്ടുവന്ന ഒരുത്തനും കൊണ്ടുവന്നിട്ടില്ല. അവൻ ചൊല്ലിയ ഈ ദിക്റിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഒരാളും കൊണ്ടുവന്നിട്ടില്ല. ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക്, അതിനേക്കാൾ അധികം പ്രവർത്തിച്ച ഒരാൾ ഒഴികെ. അപ്പോൾ ഏറ്റവും മഹത്തായ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഏറ്റവും കൂടിയാൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു മഹത്തായ ദിക്റാണത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ജനങ്ങളോട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവയിലൊക്കെ ഏറ്റവും ഖൈറായത്, ശ്രേഷ്ഠമായത്, ഉത്തമമായത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ ഈ വാക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ,
ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു പതിവ് ദിക്റാക്കി മാറ്റുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏത് സമയത്താണ് എങ്കിലും നമ്മൾ ഇത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും അവൻ്റെ ദിക്റുകൾ ചൊല്ലുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.